രുദ്രദേവ്. രചന ഭദ്രാലക്ഷ്മി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. മിത്ര രുദ്രന്റെ മുറിയിലേക്ക് ചെന്നും അവൾ കാണുന്ന രുദ്രന്റെ ബാത്റൂമിൽ നിന്നും കുളിച്ചിറങ്ങി വെറുമൊരു ടവൽ എടുത്തുകൊണ്ട് പുറത്തേക്ക് വരുന്നതാണ്. ഒരു നിമിഷം അവനങ്ങനെ കണ്ടതും അവളാകെ വിളറി വെളുത്തുപോയി. ഒപ്പം പറയാൻ വന്ന കാര്യങ്ങളെല്ലാം മനസ്സിൽ നിന്ന് മാഞ്ഞുപോയി. അവന്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന സ്വർണ്ണച്ചെയിനിൽ കോർത്ത രുദ്രാക്ഷമാലയിലായിരുന്നു മിത്രയുടെ കണ്ണുകൾ. ഈ സമയം രുദ്രൻ തന്നെ ശ്രദ്ധിക്കുന്ന മിത്ര കണ്ടതും അവൾ വേഗം പിന്തിരിഞ്ഞുകൊണ്ട് അവനോടായി പറഞ്ഞു, സോറി, ഞാൻ പിന്നെ വരാം. അത്രയും പറഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങാൻ വലതുകാല് വെച്ചതും പെട്ടെന്നാണ് അവളുടെ വയറിലൂടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് രുദ്രൻ അവളെ എടുത്തുപൊക്കി മുറിയിലേക്ക് തന്നെ നിർത്തി കതക് രണ്ടും ചേർത്തടച്ചത്. ഒരു നിമിഷം സ്വഭാവത്തിലേക്ക് വരാൻ മിത്രക്ക് അല്പസമയം വേണ്ടി വന്നു. പിന്നീട് ഞെട്ടിക്കൊണ്ട് അവൾ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു, എന്താ ഈ കാട്ടിന്? വാതിൽ തുറക്ക്, എനിക്ക് പോകണം. പോയിക്കോ, പോകണ്ടെന്നാരാ പറഞ്ഞ? പക്ഷേ നീ എന്തിനാ വന്ന്? ആ പറഞ്ഞിട്ട് പോയാൽ മതി. അത് പിന്നെ വൈഭവേട്ടനെ. വൈഭവിന്റെ പേര് കേട്ടതും രുദ്രന്റെ മുഖം നുരുണ്ടു. വൈഭവിന്? അത് പിന്നെ വൈഭവേട്ടനെ ആശുപത്രിയിൽ നിന്നും ആശ്രമത്തിലേക്ക് മാറ്റിയെന്ന് സൂര്യചേട്ടൻ രുദ്രനോട് പറയാൻ പറഞ്ഞു. അതാണോ ഇത്ര വലിയ കാര്യം? മിത്രയെ പുച്ഛിച്ചുകൊണ്ട് രുദ്ര അവളോടായി ചോദിച്ചു. എന്നാലും അങ്ങനെ തല്ലുണ്ടായിരുന്നു. പാവം, നല്ലോണം കിട്ടിയിട്ടുണ്ട്. ഒരാൾ ഇങ്ങനെയൊക്കെ അടിക്കാൻ പാടുണ്ടോ? അയാളൊരു മനുഷ്യനല്ലേ? ഒരൊറ്റ ചവിട്ടലായിരുന്നു. ആ ചവിട്ടിൽ വൈഭവേട്ടൻ ചുമരടിച്ചാൽ നിലത്ത് വീണത്. എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? സത്യത്തിൽ വൈഭവിന് പറ്റിയതുകൊണ്ടല്ല മിത്ര രുദ്രനോട് ഇതെല്ലാം പറയുന്നു. പകരം വൈഭവിന് എന്തെങ്കിലും സംഭവിച്ചാൽ രുദ്രൻ ജയിലിൽ പോകേണ്ടി വരുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് മിത്ര ഇതെല്ലാം അവനോട് പറയുന്നത്. എന്നാൽ രുദ്രൻ കരുതിയത് വൈഭവിന് വേദന പറ്റിയപ്പോൾ അവൾക്ക് സഹിക്കാൻ സാധിച്ചില്ലെന്നായിരുന്നു. വൈഭവിന് എന്തെങ്കിലും പറ്റിയ നിനക്കെന്താടി? എന്താണെന്ന്? നീ അവന്റെ ആരാടി? മിത്രയുടെ നഗ്നമായ ഇടുപ്പിൽ കൈകൾ ചേർത്ത് മുറുകെ പിടിച്ച് അവൾ അവനിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് രുദ്രൻ അലറിക്കൊണ്ട് മിത്രയോടായി ചോദിച്ചു. രുദ്രന്റെ വലിഞ്ഞു മുറുകിയ മുഖം കണ്ടതും മിത്രക്ക് ഭയം തോന്നി. എങ്കിലും അവൾ അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, അത് പിന്നെ എനിക്കൊന്നുമില്ല. വൈഭേട്ടൻകാരൻ രുദ്രനെന്തിനും പറ്റുമെന്ന് കരുതിയാ ഞാൻ അങ്ങനെ പറഞ്ഞു. അതിനവൻ അവളെ നോക്കി ഒന്ന് ഇരുത്തി മൂളി. പിന്തിരിഞ്ഞടക്കാൻ ഒരുങ്ങിയ മിത്രയെ അവൻ പുറകിൽ നിന്ന് വിളിച്ചു. ഡേ, എന്താ? അവൾ അതേ ടോണിൽ തന്നെ രുദ്രനോട് ചോദിച്ചു. രുദ്രന്റെ രൂക്ഷമായ നോട്ടം കണ്ടപ്പോഴാണ് തന്റെ മുമ്പിൽ നിൽക്കുന്ന സാക്ഷാൽ രുദ്രദേവാണെന്നുള്ള ബോധം കുട്ടിക്ക് വന്നത്. എന്താ? അല്പം വിറയലോടെ മിത്ര രുദ്രന്റെ മുഖത്ത് നോക്കി ചോദിച്ചു. ഇനി മേലാൽ എന്റെ മുഖത്ത് നോക്കി ആ വൈഭവിനെ പുണ്യാളനാക്കി സംസാരിച്ച എന്റെ വിധമാറും. അവന്റെ അലറിക്കൊണ്ടുള്ള പറച്ചിൽ കേട്ടത് ഭയത്തോടെ തന്നെ മിത്ര തലയാട്ടി. ഞാൻ പൊക്കോട്ടെ? പൊക്കോ. രുദ്രൻ പോവാൻ സമ്മതം കൊടുത്തു. അല്പം കൂടി മുന്നോട്ട് കിടന്ന മിത്രയുടെ ചുടിയിൽ ഒരു കുസൃതി ചിരി വിരിഞ്ഞു. അവൾ പിന്തിരിഞ്ഞു നോക്കിയതും കണ്ടു. അവനവിടെ കൈ പിണച്ച് കെട്ടിക്കൊണ്ട് അവളെ തന്നെ കൂർപ്പിച്ച് നോക്കി നിൽക്കുന്നു. ഞാൻ ഇനിയും പറയും, താൻ ഇന്ത്യയുടെ പോലീസേ? ആദ്യമായിട്ടാണ് മിത്ര രുദ്രനോട് ഇങ്ങനെ സംസാരിക്കുന്നത്. അത് എന്ത് കണ്ടിട്ടാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം മിത്രക്ക് പോലും അറിയില്ലായിരുന്നു. മിത്രയുടെ ഈ ഒരു സംസാരത്തിൽ രുദ്രൻ ഞെട്ടിത്തെരിച്ചു പോയി. ആദ്യം ഒന്ന് അമ്പരുന്നെങ്കിലും പിന്നീട് അവന്റെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറാൻ അധിക നേരം വേണ്ടി വന്നില്ല. അയ്യോ! അതും പറഞ്ഞ് മിത്ര ഓടാനൊരുങ്ങിയതും മാറ്റിൽ കാൽ തന്നെ അവൾ വേച്ച് വീഴാൻ പോയി. അതിനു മുന്നേ തന്നെ അവളെ രുദ്ര അവനിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ബെഡിലേക്ക് വീണിരുന്നു. ഒരു നിമിഷം മിത്രക്ക് ശ്വാസം എടുക്കാൻ പോലും കഴിയാതെ അവനെ തന്നെ നോക്കി നിന്നു. ഈ സമയം രുദ്രനും മിത്രയെ തന്നെ നോക്കി കാണുകയായിരുന്നു. അവളുടെ ശ്വാസനിശ്വാസത്തിനനുസരിച്ച് ഉയർന്നു താഴുന്ന കുഞ്ഞു മാറുകൾ രുദ്രന്റെ നെഞ്ചിലായി തട്ടിയതും അവന്റെ ശരീരം വല്ലാതെ ചൂട് പിടിക്കുന്നുണ്ടായിരുന്നു. അറിയാതെ തന്നെ മിത്ര പ്രണയം നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകളോടെ രുദ്രനെ തന്നെ നോക്കി നിന്നു. ഏതോ ഒരു നിമിഷത്തിൽ മിത്രയുടെ കണ്ണുകൾ രുദ്രന്റെ ഇളറോസ് ചുണ്ടുകളിൽ തങ്ങി നിന്നു. മിത്രയുടെ നോട്ടം കണ്ടതും സംശയത്താൽ അവനെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. രുദ്രൻ അവളോട് എന്തോ പറയാൻ ഒരുങ്ങുമ്പോഴേക്കും അതിനു മുന്നേ മിത്ര രുദ്രന്റെ ചുണ്ടുകളെ സ്വന്തമാക്കിയിരുന്നു. രുദ്രന്റെ കണ്ണുകൾ രണ്ടും മിഴിഞ്ഞു വന്നു. അവന് തന്റെ ശ്വാസം നിലക്കുന്ന പോലെ തോന്നി. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നതിന് മുന്നേ തന്നെ മിത്ര അവനെ പിടിച്ചു തള്ളി പുറത്തേക്കിറങ്ങി ഓടിയിരുന്നു. ഒരു നിമിഷം രുദ്ര ഇടിവെട്ടേറ്റതുപോലെ നിന്നുപോയി. ഇപ്പോഴും മിത്രയുടെ ചുണ്ടിലെ ഉമിനീർ തന്റെ ചുണ്ടിൽ തങ്ങി നിൽക്കുന്ന പോലെ അവന് തോന്നി. അറിയാതെ തന്നെ അവന്റെ വിരലുകൾ അവന്റെ ചുണ്ടിലായി ഒന്ന് തഴുകി. പക്ഷേ ഈ സമയം അവന്റെ മുഖത്തെ ഭാവം എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല. ഈ സമയം മുറിയിലെത്തിയ മിത്ര ആകെ പരിഭ്രാന്തിയിലായി. താൻ എന്തൊരു അബദ്ധമാണ് ചെയ്തെന്നോർത്തതും അവളുടെ ശരീരമെല്ലാം പേടികൊണ്ട് വിറക്കാൻ തുടങ്ങിയിരുന്നു. എല്ലാം കൈവിട്ട് പോയല്ലോ എൻ്റെ തേവരെ.
മിത്ര വിരൽ കടിച്ചുകൊണ്ട് അല്പം പരിഭ്രമത്തോടെ സ്വയം പറഞ്ഞു. പെട്ടെന്നാണ് മിത്രക്ക് നന്ദനയുടെ കാര്യം ഓർമ്മ വന്നു. പിന്നീട് ഒട്ടും അമാദിക്കാതെ മിത്ര നന്ദനയുടെ മുറിയിലേക്ക് കയറി ചെന്നു. പക്ഷെ അവൾ അവിടെ നിന്ന് കാണാനില്ലായിരുന്നു. പിന്നീട് അവളുള്ള സ്ഥലം എവിടെയാണെന്ന് മിത്രയ്ക്ക് ഏകദേശം രൂപം കിട്ടിയതും അവൾ നേരെ പടിഞ്ഞാറേ തൊടിയിൽ മൂവാറിന്റെ മാവിന്റെ അരികിലേക്ക് ഓടി. അവളുടെ നിഗമനം ശരിയായിരുന്നു. മാവിന്റെ ചുവട്ടിലിരുന്നു കൊണ്ട് മാങ്ങ നുണയുന്ന നന്ദനയെ കണ്ടത് അവൾ ഓടിച്ചെന്ന് നന്ദനയുടെ അടുത്തായിരുന്നുകൊണ്ട് കിതപ്പകറ്റി. ഓ, നീ വന്നോ? എവിടെയായിരുന്നു നീ? ഇത്രയും നേരം ഞാൻ എവിടേക്ക് നിന്നെ നോക്കിയെന്നോ? ഇതാ നിനക്ക് വേണം, നല്ല മധുരമുണ്ട്. നന്ദന ഒരു മാങ്ങ നുണഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന മറ്റൊരു മാങ്ങയെടുത്ത് മിത്രയ്ക്ക് നേരെ നീട്ടി. സത്യത്തിൽ അപ്പോഴാണ് നന്ദന ശ്രദ്ധിക്കുന്നത്. മിത്ര വല്ലാതെ കിതക്കുന്നുണ്ടായിരുന്നു. അയ്യോ, എന്തു പറ്റി? നീ എന്തെങ്കിലും കിതക്കുന്നത്? വല്ല ഓട്ട മത്സരത്തിന് പോയിരുന്നോ? അതൊന്നല്ല നന്ദന, ഉമ്മ. ഊമയോ? ആര് ഊമയായ കാര്യം നീ പറയുന്നേ? ഹോ, ആരും ഊമയായ കാര്യമൊന്നല്ല, ഞാൻ ഉമ്മ വെച്ച കാര്യ പറയുന്നേ. ഓ, അതാണോ? സത്യത്തിൽ ആദ്യം മിത്ര നന്ദനയോട് പറഞ്ഞ അവൾക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. പക്ഷെ പിന്നീട് റിവൈൻഡ് ചെയ്ത് ഓർത്തപ്പോൾ ഞെട്ടിക്കൊണ്ട് നന്ദന അവളോട് ചോദിച്ചു. വാട്ട്? ആരെ? രുദ്രേട്ടനെ. മിത്ര അത്രയും പറഞ്ഞു നന്ദനയുടെ കയ്യിലുണ്ടായിരുന്ന മാങ്ങ താനെ ഉതിർന്ന നിലത്തേക്ക് വീണുപോയി. എന്റെ ദേവി, ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തിന് പോയി കോലിട്ട് കുത്തിയോ നീ? ആണെന്നാ തോന്നുന്നത്. മിത്ര അല്പം വിഷമത്തോടെ മുഖം താഴ്ത്തിക്കൊണ്ട് നന്ദനയോട് പറഞ്ഞു. സ്വഭാവത്തിലേക്ക് വന്ന പോലെ ഞെട്ടിക്കൊണ്ട് നന്ദന മിത്രയോട് ചോദിച്ചു. എന്ത് കണ്ടിട്ടാ നീ മിത്ര ഇത്രയും വലിയൊരു അബദ്ധം ചെയ്ത്? നീ ഇത്രയും വലിയൊരു പൊട്ടിയായി പോയല്ലോ. ഇനി ആ കാട്ടാൾ നിന്നെ വെറുതെ വിടുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ ഇത് എപ്പോ, എങ്ങനെ? അതൊക്കെ പറയാൻ നിന്ന ഒരുപാടുണ്ട്. നീ ഇതിനൊരു വഴി പറഞ്ഞ ഞാൻ എങ്ങനെ രുദ്രേട്ടന് മുമ്പിലേക്ക് പോകും? എനിക്കെന്തോ പേടിച്ചിട്ട് കയ്യും കാലും വിറക്കുക. വിറക്കണമല്ലോ, അമ്മാതിരി പണിയിൽ നീ ചെയ്തു വെച്ച്. മിത്രയെ പൂച്ഛിച്ചുകൊണ്ട് നന്ദന അവളോടായി പറഞ്ഞു. ശാവത്തി കുത്തലേടി, ഒരു കയ്യപ്പ ചെയ്ത് പോലീസുകാരനും പറ്റില്ലേ? പ്ലീസ് പൊന്നെ, ഒരു വഴി പറഞ്ഞ. നന്ദന അല്പസമയം ആലോചിക്കുന്ന പോലെ ഇരുന്നുകൊണ്ട് മിത്രയോടായി പറഞ്ഞു. ഇപ്പം എൻ്റെ തലയിൽ യാതൊരു ഐഡിയ ഉദിച്ചു വരുന്നില്ല. പിന്നെയുള്ള ഏകമാർഗം രുദ്രന്റെ മുമ്പിലൊന്നും നീ ചെന്ന് പെടാതെ സൂക്ഷിച്ചാൽ മതി, അത്ര തന്നെ. അങ്ങേരുടെ മുമ്പിലെങ്ങാനും നീ ചെന്ന് പെട്ടാ നിന്റെ പപ്പും കൂടെ ആ കാട്ടാളം പറിച്ചെടുക്കുന്നുള്ള ഉറപ്പുള്ള കാര്യം. സോ ബി കെയർഫുൾ. അല്ല, നിന്റെ കയ്യിൽ വേറെ ഐഡിയ ഒന്നുമില്ലേ? മിത്ര വീണ്ടും നന്ദനത്തോടും കൂടി ചോദിച്ചു. എൻ്റെ കയ്യിൽ ഒരുപാട് ഐഡിയകളൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും രുദ്രേട്ടൻ്റെ അടുത്ത് ചിലവാകില്ല. വെറുതെ എന്തിനാ വടി കൊടുത്ത് അടി വാങ്ങുന്നത്? ഇനി ഒരു കാര്യം ചെയ്യും, കുറച്ച് ദിവസം ഇങ്ങനെ മുങ്ങി ഇറക്ക്, പിന്നെ എല്ലാം അങ്ങ് മറന്നോളും. ഉറപ്പാണോ? മിത്ര അല്പം പേടിയോടെ നന്ദനയോട് ചോദിച്ചു. അങ്ങനെ ചോദിച്ചതാ? ആ, ഏതാണ്ട് ഉറപ്പാണ്. കാര്യം രുദ്രേട്ട അതിബുദ്ധിമാനൊക്കെ ആണെങ്കിലും ഏതെങ്കിലും കേസ് അന്വേഷണം വന്നാൽ പിന്നെ തറവാട്ടിലേക്ക് വരും. എന്തിന്? ഏട്ടൻ്റെ കാര്യം പോലും ഓർമ്മയുണ്ടാവില്ല. അപ്പം പിന്നെ നീ ഉമ്മ വെച്ചൊന്നും ഏട്ടൻ ഓർക്കുകൂടി ചെയ്യില്ല. അതുറപ്പാ, അതുപോലെ. ആ, അത് മതി. മിത്രയും സന്തോഷത്തോടെ നന്ദനയോട് പറഞ്ഞു. ആ, എന്നാ ഈ മാങ്ങഴിച്ചിന് ഒരു കമ്പനിയാടി തരാലോ എൻ്റെ നന്ദുട്ടി. മിത്ര നന്ദുവിൻ്റെ താടിയിൽ പിടിച്ച് വെറുതെ നുള്ളിക്കൊണ്ട് അവളോടായി പറഞ്ഞു. ഏകദേശം സന്ധ്യാസമയത്തോടടുത്താണ് രണ്ടുപേരും തറവാട്ടിലേക്ക് തിരിച്ചെത്തിയത്. അപ്പോഴും മിത്ര രുദ്രന്റെ കണ്ണിൽപ്പെടാതിരിക്കാൻ വേണ്ടി നന്നായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ 2 ദിവസം മിത്ര രുദ്രനിൽ നിന്ന് ഈ ഒളിച്ചുകളി തുടർന്നുകൊണ്ടേയിരുന്നു. 2 ദിവസത്തിന് ശേഷമുള്ള ഒരു രാത്രി ഇടിയും മിന്നലും മഴയുമുള്ള ദിവസമായിരുന്നത്. പുസ്തകം വായിച്ചിരുന്ന മിത്രക്ക് ബോറടി തോന്നി. അകത്തളത്തിൽ ഇടിമിന്നലിന്റെ വെളിച്ചം പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. അല്പസമയം കൂടി അവിടെ ഇരുന്ന് മിത്രക്ക് പിന്നെ നന്ദനയുടെ അടുത്തേക്ക് പോയാൽ കൊള്ളാമെന്ന് തോന്നി. തൻ്റെ കയ്യിലുണ്ടായിരുന്ന പുസ്തകം എടുത്ത് ബെഡിൽ വെച്ചുകൊണ്ട് മിത്ര പതിയെ മുറിയിൽ നിന്നിറങ്ങി ഇടനാഴിയിലൂടെ നടന്നു. പെട്ടെന്നാണ് കറണ്ട് പോയത്. ഒരു നിമിഷം മിത്രയെ ഭയം കീഴ്പ്പെടുത്തി തുടങ്ങിയിരുന്നു. കാരണം ആ ഇടനാഴിയിൽ ആരുമില്ല. അമ്മേ, ഏട്ടാ. ഇരുട്ടിലൂടെ തൊട്ടടുത്തായിട്ടുള്ള ഹാളിലേക്ക് മിത്ര അതിവേഗത്തിൽ നടന്നു. കൂരിട്ടായതുകൊണ്ട് തന്നെ മുന്നിലെ കാഴ്ചകളൊന്നും അവൾക്ക് കാണാൻ സാധിക്കുന്നില്ലായിരുന്നു. പെട്ടെന്നാണ് അവൾ ആരോ പിടിച്ചു വലിച്ച് ചെറിയൊരു മുറിയിലേക്ക് കയറ്റിയത്. മിത്ര പേടിച്ച് ഭയന്നുപോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തൻ്റെ ഇടുപ്പിൽ കൈകൾ മുറുകെ പിടിച്ച വ്യക്തിയിൽ നിന്ന് കുതറിമാറാൻ അവളൊരു ശ്രമം നടത്തി നോക്കി. വീട്ട് ആരാ? അപ്പോഴും അവനൊന്നും സംസാരിക്കുന്നില്ലായിരുന്നു. പക്ഷേ തന്നെ ചേർന്ന് നിൽക്കുന്നവരിൽ നിന്നും വരുന്ന വിയർപ്പിൻ്റെയും പെർഫ്യൂമിൻ്റെയും ഗന്ധത്തിൽ നിന്നും അതാരാണെന്ന് മനസ്സിലാക്കാൻ മിത്രയ്ക്ക് ഞൊടിയുടെ നേരം മതിയായിരുന്നു. രുദ്രേട്ടൻ. ഇരുട്ടായതുകൊണ്ട് തന്നെ പരസ്പരം കാണുന്നില്ലെങ്കിലും മിത്രയുടെ ശരീരത്തിലെല്ലാം വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഞങ്ങൾ തമ്മിൽ ഇതുവരെ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ താൻ രുദ്രേട്ടനെ കാണാനുള്ള അവസരം പാടെ ഒഴിവാക്കിയായിരുന്നു ചെയ്ത്. പക്ഷെ ഇതിപ്പോൾ ശരിക്കും കുടുങ്ങിയല്ലോ എൻ്റെ തേവരെ. രുദ്രന്റെ നാസികയിൽ നിന്ന് വരുന്ന ചൂട് നിശ്വാസം മിത്രയുടെ കവിൾ തടത്തിലായി തട്ടുന്നത് മിത്ര അറിയുന്നുണ്ടായിരുന്നു.
അവളുടെ കവിളിലായിട്ടുള്ള കുഞ്ഞു രോമാഞ്ചികൾ പോലും എഴുന്നേറ്റ് നിന്നുപോയി ആ സമയം. അല്പസമയമായി രണ്ടുപേരും ഒരേ നിൽപ്പ് നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരക്ഷരം മിണ്ടുന്നില്ല. സഹികെട്ട് മിത്ര അവനോട് ചോദിച്ചു, എന്നെ വിടൂ, എനിക്ക് പോകണം. എവിടേക്കാ മിത്ര നീ പോകുന്നത്? അത് ഈ ഇരുട്ടത്ത്? സത്യത്തിൽ അതിനുള്ള മറുപടി മിത്രയ്ക്ക് തിരിച്ചു കൊടുക്കാനില്ലായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല. മിത്ര രുദ്രന്റെ ദേഹത്ത് നടന്നു മാറാൻ വേണ്ടി കുതറിക്കൊണ്ടേയിരുന്നു. അവളുടെ കുതറൽ കണ്ടതും തൻ്റെ ഇരുകൈകൾ കൊണ്ട് മിത്രയെ മുറുകെ പിടിച്ച് അവൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് നിർത്തി രുദ്രൻ. അവളുടെ ഇരു കുഞ്ഞു മാറുകളും അവൻ്റെ നെഞ്ചിലായി ഞെരിഞ്ഞമർന്നു. വേദന കൊണ്ട് അറിയാതെ തന്നെ മിത്രയിൽ നിന്നൊരു ശബ്ദം പുറത്തേക്ക് വന്നു. രുദ്രേട്ട, എനിക്ക് പോകണം, എന്നെ വിട്ടേ. എങ്ങോട്ട് മിത്ര? കുറച്ച് ദിവസമായിട്ട് നിന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. എന്തിന്? മിത്രയ്ക്ക് തൻ്റെ നാവിലെ ഉമിനീരെല്ലാം വറ്റി വരേണ്ടതുപോലെ തോന്നി. അവൻ എന്തായിരിക്കും പറയാൻ പോകുന്നതെന്നോർത്ത് അവളുടെ ഹൃദയം ക്രമാതീതമായി മിടിക്കാൻ തുടങ്ങി. നിനക്കറിയില്ലേ മിത്ര, നിന്റെ ഏട്ടൻ പറഞ്ഞ് നിനക്കെന്നെ ശരിക്കും അറിയുന്നതല്ലേ? പെട്ടെന്നാണ് മിത്രയ്ക്ക് ഓർമ്മ വന്ന്. ഒരിക്കൽ സൂരജ് പറഞ്ഞിരുന്നു, രുദ്രനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കരുത്. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ എങ്ങനെയാണ് നമ്മൾ അവനോട് പ്രവർത്തിക്കുന്നത്, അതേ രീതിയിൽ തന്നെയായിരിക്കും അവൻ തിരിച്ച് നമ്മളോടും പ്രവർത്തിക്കുക. ആ ഇരുട്ടിൽ പോലും മിത്രയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അവൾക്കൊന്ന് ചിന്തിക്കാൻ പോലും സമയം കൊടുക്കുന്നതിന് മുന്നേ തന്നെ രുദ്രൻ മിത്രയുടെ ഇടുപ്പിൽ വെച്ചിരുന്ന കൈകൾ അവിടെ നിന്ന് എടുത്തു മാറ്റി മിത്രയുടെ ഇരു കവിളുകളിലുമായി വെച്ച് അവളുടെ ചുണ്ടുകളെ അവൻ്റെ ചുണ്ടിലേക്ക് ചേർത്തിരുന്നു. മിത്ര നൽകിയതുപോലെ ഒരു കുഞ്ഞു ചുംബനമല്ലായിരുന്നു അത്. രുദ്രൻ മിത്രയുടെ അതിരങ്ങൾ മാറി മാറി നുണഞ്ഞു. അവൾ പോലും അറിയാതെ അവളുടെ കൈകൾ അവൻ്റെ ഇടുപ്പിലായി ചേർന്നു. ചുണ്ടിൽ നിന്നും രുദ്രൻ്റെ ചുംബനം നാവിലേക്ക് ഇഴഞ്ഞ് കയറിയതും മിത്രയുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു. അവൾക്ക് തൻ്റെ ശരീരത്തിൻ്റെ ഭാരം നഷ്ടപ്പെടുന്ന പോലെ തോന്നി. വായുഭാരമില്ലാതെ പറന്നൊഴുകുന്ന ഫീലായിരുന്നപ്പോൾ മിത്രയ്ക്ക്. മോളെ മിത്രേ, നീ എവിടെയാ കുട്ടി? ദൂരെ നിന്ന് ലളിതാമ്മയുടെ ശബ്ദം കേട്ടതും അത്രയും നേരം വേറെ ഏതോ ലോകത്ത് നിന്നിരുന്ന മിത്ര സ്വഭാവത്തിലേക്ക് വരികയും അവനെ പിടിച്ച് തള്ളുകയും ചെയ്തു. പക്ഷേ അപ്പോഴും രുദ്രന്റെ മുഖത്തെ ഭാവം എന്താണെന്ന് മിത്രക്ക് കാണാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇരുട്ടായതിനാൽ അവൾക്കത് കാണാൻ സാധിച്ചില്ല. മിത്ര തള്ളിയ അതേ സ്പീഡിൽ തന്നെ അവൻ അവളുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നുകൊണ്ട് അവളുടെ ഇടുപ്പിലൂടെ കൈകൾ ചേർത്ത് അവനിലേക്ക് ചേർത്ത് നിർത്തി ആ ചെവിയിലായി പറഞ്ഞു, ഇപ്പൊ കടങ്ങളെല്ലാം തീർന്നു മിത്ര. പക്ഷേ വിറയിലോടെ രുദ്രനിനി എന്താണ് പറയാൻ പോകുന്നതെന്നറിയാൻ വേണ്ടി മിത്ര കാത് കൂർപ്പിച്ചു വെച്ച് നിന്നു. വേണ്ട, അതിപ്പോ ഞാൻ പറയുന്നില്ല, സമയമാട്ടെ, അപ്പൊ പറയാം. തിരിച്ചും മിത്ര എന്തോ ചോദിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ലളിത അവിടേക്ക് എമർജൻസി ലൈറ്റായി എത്തിയിരുന്നു. നീ ഇവിടെ നിൽക്കായിരുന്നു മോളെ, അമ്മ എവിടെയെല്ലാം അന്വേഷിച്ചു, വാ. അതും പറഞ്ഞ് ലളിത മിത്രയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും മിത്ര അവിടെയെല്ലാം രുദ്രനെ തിരയുന്നുണ്ടായിരുന്നു. പക്ഷേ അവൾക്ക് അവിടെയൊന്നും അവനെ കാണാൻ സാധിച്ചില്ല. പിറ്റേന്ന് രാവിലെ മിത്രയ്ക്ക് രുദ്രനെ കാണണമെന്ന് തോന്നി. അതിൻ്റെ കാരണമെന്താണെന്ന് ചോദിച്ചാൽ ഇന്നലെ രാത്രി നടന്ന സംഭവം തന്നെയായിരുന്നു. അവൾക്ക് അവൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള ധൈര്യമില്ലെങ്കിലും തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ വെട്ടിത്തുറന്ന് ഇനിയും ചോദിച്ചില്ലെങ്കിൽ ശരിയാവില്ലെന്ന് തോന്നിയ മിത്ര നേരെ അവൻ്റെ മുറിയിലേക്ക് നടക്കാൻ ഒരുങ്ങിയതും പെട്ടെന്നാണ് നന്ദന വന്ന് അവളെ ഇടിച്ചത്. ഹോ, എൻ്റെ മിത്രി, ഒന്ന് ശ്രദ്ധിച്ച് നടക്ക്. അല്ല, നീ ഇതെങ്ങോട്ട് വാണ് വിട്ട പോലെ? മിത്രയൊന്ന് അടിമുടി നോക്കിക്കൊണ്ട് നന്ദന അവളോട് ചോദിച്ചു. അത് പിന്നെ ഞാൻ... മിത്ര എന്തോ നന്ദനയോട് പറയാനൊരുങ്ങിയതും അതേ സമയം തന്നെയാണ് മുറ്റത്തൊരു കാറ് വന്ന് നിന്നത്. അതിൽ നിന്നിറങ്ങുന്ന വ്യക്തിയെ കണ്ടതും നന്ദനയുടെ മുഖമൊന്ന് ഇരുണ്ടു. പക്ഷേ മിത്രയ്ക്കത് ആരാണെന്ന് മനസ്സിലായില്ല. ഈ സമയം കാറിൽ നിന്നിറങ്ങിയ വ്യക്തിയുടെ കണ്ണുകൾ മിത്രയുടെയും നന്ദനയുടെയും ശരീരത്തിലായിരുന്നു. മിത്രയെ കണ്ടതും അയാളുടെ കണ്ണുകൾ അവളിൽ തന്നെ തറഞ്ഞു നിന്നുപോയി. എന്തുകൊണ്ടോ അയാളുടെ ചൂഴ്ന്നുള്ള നോട്ടം ഇഷ്ടപ്പെടാതെ മിത്രയുടെ മുഖമൊന്ന് ഇരുണ്ടു. നന്ദന അയാളെ നോക്കിക്കൊണ്ട് തന്നെ മിത്രയുടെ കൈയും പിടിച്ച് വേഗം കോവിലകത്തിൻ്റെ അകത്തളത്തിലേക്ക് നടന്നു നീങ്ങി. നന്ദു, അതാരിപ്പോൾ കാറിൽ വന്ന്? ഓ, അതാണ് സുദേവനങ്കി, ശ്രീദേവി ആൻറ്റിയുടെ ഭർത്താവ്. ഞാൻ പറയുന്നുണ്ടൊന്നും തോന്നരുത്, മകനേക്കാളും തറയാണ് അച്ഛൻ. അതുകൊണ്ട് നീ വല്ലാതെ അയാളുടെ അടുത്തേക്ക് അടുപ്പം കാണിക്കാനൊന്നും പോകണ്ട. ഇല്ല. എന്തുകൊണ്ടോ സുദേവന്റെ ചുവന്നുള്ള നോട്ടം ഓർമ്മയിലേക്ക് വന്നു. അവൾ അറച്ചുകൊണ്ട് നന്ദനയോടായി പറഞ്ഞു. ഓരോന്ന് ആലോചിച്ചുകൊണ്ട് മിത്ര തന്റെ മുറിയിലേക്ക് നടക്കുമ്പോഴാണ് അവൾ ആരെയോ ചെന്ന് ഇടിച്ചത്. മുമ്പിലേക്ക് നോക്കിയതും കണ്ടു തന്നെ നോക്കി നിൽക്കുന്ന രുദ്രദേവിനെ. പെട്ടെന്ന് ഇന്നലെ നടന്നെല്ലാം ഓർമ്മയിൽ വന്നു. മിത്രയ്ക്ക് മുഖത്തേക്ക് നോക്കാൻ പോലും പരിഭ്രമം തോന്നി. അവൾ വേഗം അവനിൽ നിന്ന് അകന്നു മാറി പോവാനൊരുങ്ങി. പെട്ടെന്നാണ് പുറകിൽ നിന്ന് രുദ്രൻ അവളെ വിളിച്ചത്. മിത്ര! അവന്റെ ഗാംഭീര്യമാർന്ന ശബ്ദം കേട്ടതും പിടിച്ചു കെട്ടിയതുപോലെ മിത്ര അവിടെ തന്നെ നിന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ
ഇതേ സമയം